വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് നടത്തിയ ഗുണഭോക്തൃ നറുക്കെടുപ്പ് പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു. നറുക്കെടുപ്പിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് ഒരു വിഭാഗം പ്രതിഷേധം ഉയർത്തിയതോടെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായുള്ള നറുക്കെടുപ്പ് പാതി വഴിയിൽ നിർത്തേണ്ടി വന്നത്. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാനായി മാസ് ഫണ്ട് ശേഖരണവുമായി ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ധനസമാഹരണം സംഘടിപ്പിക്കുക. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാൻ കേരള NGO യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേരളം തുടരണം മാനവിക കലാജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രേക്ഷകരെ, വിശദമായ വാർത്തകളിലേക്കാണ്. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് നടത്തിയ ഗുണഭോക്തൃ നറുക്കെടുപ്പ് പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു. നിലമ്പൂർ വ്യാപാര ഭവനിലാണ് നറുക്കെടുപ്പ് നടപടികൾ നടന്നത്. എന്നാൽ നറുക്കെടുപ്പിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തിയതോടുകൂടിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നറുക്കെടുപ്പ് നിർത്തിവെക്കേണ്ടി വന്നത്. ഭൂരഹിതരായ ആദിവാസികൾക്ക് വിതരണം ചെയ്യുന്നതിനായി വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായാണ് നറുക്കെടുപ്പ് സംഘടിപ്പിച്ചത്. ആകെ 144 പേർക്കുള്ള ഭൂമിയാണ് വിതരണത്തിനായി റവന്യൂ വകുപ്പ് തയ്യാറാക്കിയത്. ഇതിനായി 417 അപേക്ഷകളും സ്വീകരിച്ചു. അപേക്ഷ നൽകിയ കുടുംബങ്ങളെല്ലാം രാവിലെ തന്നെ കൈക്കുഞ്ഞുങ്ങളുമായടക്കം നറുക്കെടുപ്പിൽ പങ്കെടുക്കുവാനെത്തി. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ലാൻഡ് റിഫോംസ് ഡെപ്യൂട്ടി കളക്ടർ VR ഖോളിന്റെ നേതൃത്വത്തിൽ നറുക്കെടുപ്പും ആരംഭിച്ചു. പക്ഷേ ഈ 580ഓളം അപേക്ഷകർക്ക് ഭൂമി ലഭ്യമാകുന്നതിന് പൂർണ്ണമായുള്ള ഭൂമി വനം വകുപ്പിൽ നിന്ന് ലഭ്യമാകാത്തത് കൊണ്ട് നമുക്ക് മുഴുവൻ പേർക്കും വിതരണം ചെയ്യുവാനായിട്ട് ഈ അവസരത്തിൽ കഴിയും എന്നുള്ളത് സംശയമുണ്ട്. കാരണം ഈ 117 71 കഴിച്ച് പൊതു ആവശ്യത്തിന് മാറ്റിവെച്ച ഭൂമിയും കഴിച്ച് ബാക്കി മാത്രമേ നമുക്ക് ഇപ്പോൾ വിതരണം ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ഇതിനിടയിലാണ് ആദിവാസി ഭൂസമരത്തിനടക്കം നേതൃത്വം നൽകിയ ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രതിഷേധം ഉയർത്തിയത്. ആകെ 144 പ്ലോട്ടുകൾ മാത്രമാണ് ഉള്ളതെന്നിരിക്കെ 417 പേരെ വിളിച്ചുവരുത്തി ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തതെന്നും നിലവിൽ കണ്ടെത്തിയതിൽ പെടാത്ത സ്ഥലവും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയെന്നും ഇവർ ആരോപിക്കുന്നു. ഒരു വാർഡിൽ തന്നെ 60 പേർക്ക് നറുക്കെടുപ്പിലൂടെ ഭൂമി ലഭിക്കുക എന്നത് നറുക്കെടുപ്പിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്നും പ്രതിഷേധിച്ചവർ പറയുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് നറുക്കെടുപ്പ് മാറ്റിവെക്കുവാൻ അധികൃതർ തീരുമാനമെടുത്തത്. രണ്ടാം ഭൂമി വിതരണത്തിൽ 417 പേർക്കും ഭൂമി ലഭ്യമാക്കണമെന്നും ഇതിനാവശ്യമായ ബാക്കി ഭൂമി കൂടി ലഭ്യമാണെന്നിരിക്കെ സർക്കാർ അതുകൂടി വനംവകുപ്പിൽ നിന്നും ഏറ്റെടുക്കണമെന്നും ഭൂസമരത്തിന് നേതൃത്വം നൽകിയ ബിന്ദു വൈലാശ്ശേരി പറഞ്ഞു. 144 പേർക്ക് വിതരണം ചെയ്യുന്നതിനായി അകമ്പാടം വില്ലേജിലെ കണ്ണംകുണ്ട്, കുറുമ്പലങ്കോട് വില്ലേജിലെ നെല്ലിപ്പൊയിൽ, കൊടീരി എന്നിവിടങ്ങളിലായാണ് വനഭൂമി റവന്യൂ വകുപ്പിന് ലഭിച്ചിട്ടുള്ളത്. ലാൻഡ് റിഫോംസ് ഡെപ്യൂട്ടി കളക്ടർക്ക് പുറമെ തഹസിൽദാർ MP സിന്ധു, ITDP ഓഫീസർ സിന്ധു, ഭൂരേഖ തഹസിൽദാർ V വിനോദ് കുമാർ തുടങ്ങിയവരാണ്
നറുക്കെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകുവാൻ എത്തിയത്. പ്രതിഷേധം കണക്കിലെടുത്ത് നിലമ്പൂർ പൂക്കോട്ടുംപാടം സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോലീസും ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി മാസ് ഫണ്ട് ശേഖരണവുമായി ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്കിന് കീഴിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഒരു ഫണ്ട് ശേഖരണത്തിന് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പ്രസിഡന്റ് കെ അമൃത ഉദ്ഘാടനം ചെയ്തു. നിലവിൽ നമുക്കവിടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ 4 രോഗികളെയാണ്. കുറേ പേര് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ഡയാലിസിസ് സെന്ററുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കാനുള്ള പറഞ്ഞാണ് അവസ്ഥ നമുക്കറിയാമോ. ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് അവിടുന്ന് മാറണം. അപ്പൊ അങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹായങ്ങൾ ഇതിൽ CDS കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, ആശാപ്രവർത്തകരുണ്ട്, അംഗനവാടി ജീവനക്കാരുണ്ട്, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ നമ്മുടെ ചുറ്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എല്ലാ ആളുകളും ഈ ഒരു നമ്മുടെ ഡയാലിസിസ് സെന്ററിന് മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2 കോടി രൂപയാണ് മാസ് കളക്ഷനിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വീടുകൾ കേന്ദ്രീകരിച്ചാണ് ധനസമാഹരണം നടത്തുന്നത്. യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് പരിധിയിൽ നിന്നും 25 ലക്ഷം രൂപ സമാഹരിക്കുവാനാകുമെന്നാണ് പ്രതീക്ഷ. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പന്തലിങ്ങിൽ മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീന സിയാദ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തല വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ബ്ലോക്ക് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ബ്ലോക്ക് BDO AJ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി ഒരു കാർ അപകടത്തിൽപ്പെട്ടു. കാർ പുഴയിലേക്ക് വീണാണ് അപകടം ഉണ്ടായത്. മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം കാർ പുഴയിലേക്ക് വീണ് അപകടം. കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയാണ് സംഭവം. കൊളപ്പാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ഡ്രൈവർ അടക്കം 3 യാത്രക്കാർ കാറിലുണ്ടായിരുന്നു. അപകടം നടന്നയുടനെ സമീപത്തുണ്ടായിരുന്ന യുവാക്കൾ രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ ഇവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കാർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് പുഴയിൽ നിന്നും പുറത്തെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേരളം തുടരണം മാനവിക കലാജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി. ജില്ലയിലെ വിവിധ മേഖലകളിലൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കലാജാഥ വണ്ടൂരിൽ എത്തിയത്. ഇരുണ്ടകാലം ഇല്ലാതാക്കി പുതുനവ കേരളം പുലരുന്നു. വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ CITU ജില്ലാ കമ്മിറ്റി അംഗം TK ബഷീർ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം K ദീപ ക്യാപ്റ്റനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K ഉമേഷ് മാനേജറുമാണ്. യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K വിജയകുമാർ, ജ്വാല കൺവീനർ K സുനിൽകുമാർ, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KC ഹാസിലാൻ എന്നിവർ സംസാരിച്ചു. CP ജംഷീദ, NP പ്രജിത, T ആര്യ, മിഥുൻ കൃഷ്ണ, C സുബ്ബരായൻ, വിജേഷ് കാവിൽ, VK ശശികുമാർ, NV അനീഷ്, AT ബെഞ്ചമിൻ, K സജീവ് എന്നിവർ ജാഥ അംഗങ്ങളാണ്. വണ്ടൂരിലെ സ്വീകരണ പരിപാടിക്ക് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ശ്രീനാഥ്, യൂണിയൻ ജില്ലാ ഏരിയ പ്രസിഡന്റ് AK പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ജാഥ ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഫെബ്രുവരി 25-ന് സമാപിക്കും.
മണ്ണില്ല പാവം മർത്യർ കണ്ണീരിൻ പെരുമഴയത്ത് നനഞ്ഞില്ലേ. മുമ്പിവിടെ കൂരയൊരുക്കാൻ മണ്ണില്ല പാവം മർത്യർ കണ്ണീരിൻ പെരുമഴയത്ത് നനഞ്ഞില്ലേ. പൂക്കോട്ടുംപാടത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ പുലിഭീതി വളരെ ശക്തമാണ്. ജനങ്ങളെല്ലാം ഇപ്പോൾ വലിയ ആശങ്കയിലും ഭയപ്പാടിലുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുലിഭീതിക്ക് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM ചെട്ടിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിവേദനം നൽകി. പൂക്കോട്ടുംപാടം ചെട്ടിപ്പാടം മേഖലയിൽ പുലിയുടെ സാന്നിധ്യം നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM ചെട്ടിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകി. ചെട്ടിപ്പാടം ഭാഗത്ത് കത്താതെ കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ അടിയന്തര സാഹചര്യത്തിൽ പെട്ടെന്ന് മാറ്റിസ്ഥാപിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ബ്രാഞ്ച് സെക്രട്ടറി ഷൈജു പെരുമ്പുലത്ത്, CK അഭിലാഷ്, അനുരാഗ് പാറോല, ശ്രീജിത്ത്, സച്ചു, അഭിറാം എന്നിവർ സംബന്ധിച്ചു. അതിന് കുറച്ച് മുമ്പായിട്ട് കരടിയുടെ സാന്നിധ്യം നിലവിൽ സ്ഥിരമായിട്ട് കണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പുലിയാണ് എന്നുള്ളതാണ് കുറച്ചുകൂടി ഗൗരവമേറിയ ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്തിലേക്ക് ഇതിന് പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ പുലിയെ ഇവിടുന്ന് ആട്ടിയൊടിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM ചെട്ടിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, DFO എന്നിവർക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് കൃത്യമായൊരു നിലപാടെടുത്തുകൊണ്ട് ഈ പുലിയെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും തുരത്തി കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. വാർത്തകളിലേക്ക് മടങ്ങി വരാൻ ഒരു ചെറിയ ഇടവേള. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. പ്രിയ പ്രേക്ഷകരെ, വാർത്തകൾ തുടരുകയാണ്. ബൈക്കിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയ കൈ മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം വളഞ്ഞതായി ആരോപണം. വണ്ടൂർ ചാത്തങ്കോട്ടുപുറം സ്വദേശി മങ്ങപ്പറമ്പിൽ സുരേന്ദ്രനാണ് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായത്. ഇനി ഈ വളവ് മാറ്റണമെങ്കിൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചികിത്സാ പിഴവ് മൂലമാണ് സുരേന്ദ്രന് ഇങ്ങനെയൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ചാത്തങ്കോട്ടുപുറം റോഡിൽ വെച്ച് ബൈക്കിൽ നിന്നും വീണ് സുരേന്ദ്രന് പരിക്കേറ്റിരുന്നു. മഴയത്ത് വാഹനം തെന്നി വീഴുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ കടുത്ത വേദനയെ തുടർന്ന് സുരേന്ദ്രൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി.
അവിടെ വെച്ച് കൈ മുട്ടോളം പ്ലാസ്റ്റർ ഇടുകയും കെട്ടുകയും ചെയ്തു. 3 ആഴ്ചയ്ക്ക് ശേഷം പരിശോധിച്ചപ്പോഴാണ് കൈ ശരിയായിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചത്. കൈയുടെ ആകൃതി പൂർണ്ണമായും മാറുകയും കൈ പുറകോട്ട് വളഞ്ഞ അവസ്ഥയിലുമായി. ഇത് ശരിയാക്കുവാൻ ഇപ്പോൾ ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സാധാരണക്കാർക്ക് നൽകേണ്ട ചികിത്സയെക്കുറിച്ച് പോലും ഡോക്ടർമാർക്ക് ധാരണയില്ലേ എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. നിലവിൽ കടുത്ത വേദന സഹിച്ചാണ് സുരേന്ദ്രൻ കഴിയുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ടും സമയക്കുറവും തടസ്സമാകുമെന്ന് സുരേന്ദ്രൻ പറയുന്നു. എങ്കിലും തൻ്റെ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന ആഗ്രഹത്താലാണ് സുരേന്ദ്രൻ ഈ വിഷയം പൊതുസമൂഹത്തിന് മുൻപിൽ പറയുന്നത്. വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പ ഹാജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, മതസംഘടനാ പ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ, വിവിധ പോലീസ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. PA മജീദ്, NM നസീം, MT അലി നൌഷാദ്, KT അജ്മൽ, MK നാസർ, അനീസ് കൂരാട്, KT ഷംസുദ്ദീൻ, KT നൂറുൽ ഹസൻ, P ഖാലിദ്, ജിഷാദ് കോക്കാടൻ, M ഹനീഫ, സുബൈർ മാസ്റ്റർ മുക്കണ്ണൻ, M അജ്ന സിയാദ്, സുന്ദരൻ, അഡ്വക്കേറ്റ് V ഹുസൈൻ കോയത്തങ്ങൾ, CT ചെറി തുടങ്ങിയവർ സംസാരിച്ചു. നന്മയുടെ റംദാൻ, പ്രതീക്ഷയുടെ റയ്യാൻ എന്ന പ്രമേയത്തിൽ ISM ജില്ലാ സമിതി തർബിയത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. മമ്പാട് ഫന്റാർട്ടിക്ക എന്റർടൈൻമെന്റ് സിറ്റിയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. അതിന് ആർക്കാണ് 500 രൂപ മോൻ ജയിച്ചു, മോൻ തന്നെയാണ് ഭരണകർത്താവ്. അതാണ് നമ്മുടെ രാജ്യത്തെ പരിസ്ഥിതി. അപ്പൊ ഇന്നൊക്കെ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ കാണുന്ന ഒരു പ്രവണത നമുക്കെന്നെ അറിയാലോ. ചില പ്രവർത്തനങ്ങളാകുമ്പോൾ ഇനി അല്ലാതെ എന്നാൽ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിലോ നമ്മളിത് കാണാൻ പറ്റും. ഞാൻ പിന്നെ അത് അപ്പം തന്നെ എഴുതി പറയും ചെയ്യും. ഞാൻ ചിലപ്പോൾ പോസ്റ്റൽ വോട്ടർ ചോദിച്ചാൽ നമുക്ക് തരാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പെണ്ണുങ്ങൾ ട്രാൻസ്ഫർ വേണമെങ്കിൽ നമ്മളത് വേണം. ഇത് രണ്ടും വേണം പറയാം. ISM ജില്ലാ പ്രസിഡന്റ് K തൻസീർ സ്വലാഹി അധ്യക്ഷത വഹിച്ചു. KNM ജില്ലാ ജോയിന്റ് സെക്രട്ടറി NC ഫൈസൽ, മമ്പാട് മണ്ഡലം സെക്രട്ടറി K അബ്ദുൽ കരീം മാസ്റ്റർ, ISM ജില്ലാ സെക്രട്ടറി T ലബീബ്, ഭാരവാഹികളായ അലി അബ്ദുറഹീം, U സൈഫുദ്ദീൻ, M ജാഫർ, MT ജംഷീദ്, K സുബൈർ സുല്ലമി, യാഷിഖ് പത്തരിയാൽ, ഡോക്ടർ ഹാരിസ്, ജംഷീദ് ചുങ്കത്ര, മറൂഫ് സ്വലാഹി, KP അബ്ദുൾ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. യുവത്വം ഖുറാനിൻ പ്രകാശത്തിൽ എന്ന വിഷയത്തിൽ ഷെരീഫ് മേലേതിലും, മാറുന്ന കാലത്തെ ധാർമ്മികത യുവജനങ്ങൾ എന്ന വിഷയത്തിൽ ജാസിർ രണ്ടത്താണിയും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ജില്ലയിലെ 26 മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്ത ക്യാമ്പ് ഇഫ്താർ വിരുന്നോടെയാണ് സമാപിച്ചത്. BJP വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. നിരവധി പേർ ശില്പശാലയിൽ പങ്കെടുത്തു. കേരളത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുന്ന ഏക പ്രസ്ഥാനം മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് PK ദേവദാസന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ PR രശ്മിൽനാഥ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രഭാരിയും ജില്ലാ ഉപാധ്യക്ഷനുമായ KP ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ നേതാക്കളായ സതി ദേവി, ഗിരീഷ് പൈക്കാടൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ EM ബാലകൃഷ്ണൻ, K ബീന ശ്യാം, മുൻ മണ്ഡലം അധ്യക്ഷൻ KP നാരായണൻ, യുവമോർച്ച ജില്ലാ ഉപാധ്യക്ഷൻ സനു തിരുവാലി, മഹിളാ മോർച്ച ജില്ലാ ഉപാധ്യക്ഷ ശ്യാമിലി പ്രമോദ്, ഹരിചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് നടത്തിയ ഗുണഭോക്തൃ നറുക്കെടുപ്പ് പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു. നറുക്കെടുപ്പിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് ഒരു വിഭാഗം പ്രതിഷേധം ഉയർത്തിയതോടെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായുള്ള നറുക്കെടുപ്പ് പാതി വഴിയിൽ നിർത്തേണ്ടി വന്നത്. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാനായി മാസ് ഫണ്ട് ശേഖരണവുമായി ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ധനസമാഹരണം സംഘടിപ്പിക്കുക.
സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളും ജനങ്ങളിലെത്തിക്കുവാൻ കേരള NGO യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേരളം തുടരണം മാനവിക കലാജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രേക്ഷകരെ, ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.